കുറേ ആയിട്ടോ ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്താണെന്നറിയില്ല, അമ്പലത്തിൽ പോകാനൊരു തോന്നൽ. ഏട്ടനോട് ചോദിച്ചു പോയാലോ എന്ന്. പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന തൃശ്ശേരി അമ്പലമാണ്. എൻ്റെ ചേച്ചീൻ്റെ വീട് അവിടെയാണേ. അപ്പോൾ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു എത്ര മണി വരെ അമ്പലം ഉണ്ടാവുമെന്നൊക്കെ. അപ്പം 12:30 വരെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തൃശ്ശേരി അമ്പലത്തിലേക്ക് പോയി. നല്ല മഴയായിരുന്നു. അച്ഛൻ അപ്പോഴേ ഞങ്ങളോട് പറഞ്ഞാണ് കുടയെടുത്തിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ ഞങ്ങളത് കേട്ടില്ല. ആകെ ഒരു സങ്കടം എന്ന് പറയുന്നത് പ്രദക്ഷിണം വെക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ജസ്റ്റ് ഒന്ന് തൊഴുതു, പിന്നെ നെയ്വിളക്ക് കത്തിച്ചു, പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കാരണം നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല വഴുക്കലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശേരി അമ്പലം എന്ന് പറയുന്നത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തൃശ്ശേരി അമ്പലത്തിൽ വന്ന് തൊഴണം. കാരണം അത്രയ്ക്കും അടിപൊളിയാണ് അവിടുത്തെ സ്ഥലം. പിന്നെ നേരെ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. ഋഷിക്കുട്ടിന് ചെറിയ ജലദോഷം ചുമയ്ക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അവനെ എപ്പോഴും ഞങ്ങൾ കാണിക്കുന്നത് മാനന്തവാടിയുള്ള വിനായക ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നു നേരെ റിസപ്ഷനിൽ ചെന്ന് ബുക്ക് ചെയ്തു. 2ാമത്തെ നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഡോക്ടർ ഫുഡ് വയ്ക്കാൻ പോയതുകൊണ്ട് കട്ട പോസ്റ്റായിരുന്നു. പിന്നെ മോൻ ഉറങ്ങിയും പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ച് ഞങ്ങൾ നേരെ 5-ാം മൈൽ നെഹദയിൽ ചെന്നു. നെഹദയിൽ ചെന്ന് കുറച്ച് ഓഫറുള്ള ദിവസമായതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കാശിക്കോട്ട് മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ മാഗിയൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് ഏട്ടൻ മെല്ലെ കാറെടുക്കാൻ വേണ്ടി താഴേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാനും കാശിക്കോട്ടിനും നേരെ തൊട്ടപ്പുറത്തുള്ള ബേക്കറി ചെന്നു. 2 കോഫിയും ബർഗറൊക്കെ കഴിച്ചു. ബർഗർ ഭയങ്കര ഇഷ്ടമാണ് കാശിക്ക്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ബർഗർ വേണ്ട, കല്ലുമ്മക്കായി മതിയെന്ന്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, എല്ലാ വീട്ടിലേക്ക് പോന്നു.